നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഓപ്ഷൻ ഇതാ നമ്മുടെ തൊട്ടരികിൽ നിൽക്കുകയാണ്. 16-ാം തീയതി വരുന്ന ചൊവ്വാഴ്ചയാണ് IPL ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ ആ ഓപ്ഷനുള്ള പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് പ്രൂൺ ചെയ്തിരിക്കുകയാണ്. അത് വെട്ടിച്ചുരുക്കി 350 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. 1355 പേരാണ് ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ ഓരോ ഫ്രാഞ്ചൈസികളുടെയും അഭിപ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു ലിസ്റ്റ് ഓപ്ഷന് ഫൈനലി ഉള്ള ലിസ്റ്റിൽ 350 പേരാണുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പുറത്തു വന്നിരുന്ന ലിസ്റ്റിൽ ഇല്ലാതിരുന്ന 35 താരങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ക്വിൻ്റൻ ഡി കോക്ക് ആദ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതാ ഇപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ട് ഈ ഒരു പ്രൂൺ ചെയ്യപ്പെട്ടിട്ടുള്ള ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം നമുക്കറിയാം, ഒറിജിനൽ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പോയ സീസണിൽ അത്ര മികച്ച പ്രകടനവുമല്ല നടത്തിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്ക്വാഡിലേക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക്, സ്ക്വാഡിലേക്ക് എന്നല്ല, ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണലിയുള്ള തിരിച്ചുവരവും മോശമല്ലാത്ത പ്രകടനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് 1 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ 2 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ്. 50% അദ്ദേഹം കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം KKR പോയി. പക്ഷേ അത്ര മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുതിയ പ്ലെയേഴ്സിനെ ആഡ് ചെയ്യപ്പെട്ടതിൽ ഒരു കൂട്ടം ശ്രീലങ്കൻ താരങ്ങളുണ്ട്. അത് ട്രെവിൻ മാത്യു, അതുപോലെ ബിനുര ഫെർണാണ്ടോ, പിന്നെ കുഷാൽ പെരേര, തുനിത് വെള്ളാലഗെ എന്നിവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പം കൃത്യമായിട്ട് ഓരോ ഫ്രാഞ്ചൈസികൾക്കും BCCI മെയിൽ അയച്ചിരിക്കുന്നു എപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ നടക്കുക. എല്ലാവർക്കും അറിയാം 16-ാം തീയതിയാണ്, ഡിസംബർ 16-ന് എന്ന്. എന്നാൽ എപ്പോൾ, എത്ര താരങ്ങളുണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലിൽ പറയുന്നത് ദി ഓപ്ഷൻ വിൽ ഫീച്ചർ 350 പ്ലെയേഴ്സ്, 350 പ്ലെയേഴ്സ് ഉണ്ടാവും. ആൻഡ് വിൽ കമൻസ് അറ്റ് 1 PM UAE ടൈം. 1 മണിക്കാണ്, UAE സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഓപ്ഷൻ ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30-നാണ് ഈ ഒരു ഓപ്ഷൻ ആരംഭിക്കുന്നത്. ഡിസംബർ 16 ട്യൂസ്ഡേ അബുദാബിയിലെ ഇത്തിഹാദ് അറീനയിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം നടക്കും എന്നുള്ളത് ഇപ്പോൾ ഓരോ ഫ്രാഞ്ചൈസികൾക്കും മെയിൽ അയച്ച് BCCI കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, BCCI പറയുന്നത് ആദ്യം ഫുൾ റൗണ്ട് ഓഫ് ക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ ഓപ്ഷൻ ആയിരിക്കും നടക്കുക. അതായത് സ്പെഷ്യലിസം, ഇൻ ദി ഓർഡർ ഓഫ് സ്പെഷ്യലിസമാണ് ഓപ്ഷൻ നടക്കുന്നത്. സാധാരണ ഉള്ളതാണ്, നിങ്ങൾക്കറിയാം. ആദ്യം ബാറ്റേഴ്സിൻ്റെ ലിസ്റ്റ് വരും, പിന്നെ ഓൾറൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് വരും, പിന്നെ വിക്കറ്റ് കീപ്പർ ഓർ ബാറ്റേഴ്സ് ലിസ്റ്റ് വരും, ഫാസ്റ്റ് ബൗളേഴ്സ് ലിസ്റ്റ് വരും, സ്പിൻ ബൗളേഴ്സ് ലിസ്റ്റ് വരും. ദെൻ ഫോളോഡ് ബൈ ഫുൾ സ്പെഷ്യലിസം റൗണ്ട് ഓഫ് അൺക്യാപ്ഡ് പ്ലെയേഴ്സ്. അതിനുശേഷം അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ ഈ ഫുൾ സ്പെഷ്യലിസം റൗണ്ടുകൾ വരും. അപ്പോൾ കാമറൺ ഗ്രീന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനായിരിക്കും വലിയൊരു ഡിമാൻഡ് ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടാവുക. അദ്ദേഹം ഫസ്റ്റ് ലോട്ടിലാണ്, ബാറ്റേഴ്സിൻ്റെ BA1 എന്ന് പറയുന്ന ഫസ്റ്റ് ലോട്ടിലാണ് കാമറൺ ഗ്രീൻ ഉള്ളത്. ഈ ഒരു ലോട്ടിൽ വരുന്ന മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ ഡെവൻ കോൺവോയ്, ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക്, സർഫ്രാസ് ഖാൻ, പൃഥ്വി ഷോ, ഡേവിഡ് മില്ലർ തുടങ്ങിയവരാണ്. വെങ്കിടേഷ് അയ്യർ ഉള്ളത് ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലാണ്, AL1 എന്ന് പറയുന്ന ഓൾറൗണ്ടർ ലിസ്റ്റിലാണുള്ളത്. ദെൻ എല്ലാ ഓപ്ഷനിലും എന്ന പോലെ ഒരു ആക്സലറേറ്റഡ് റൗണ്ട് ഉണ്ടാകും. അത് പ്ലെയർ നമ്പർ 70-ക്ക് ശേഷമായിരിക്കും. അതായത് ആദ്യം 70 താരങ്ങളുടെ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആക്സലറേറ്റഡ് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ കാര്യം വളരെ കൃത്യമാണ്. ഈ പ്ലെയർ നമ്പർ 70 എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള വാഹിദുള്ള സദ്രനാണ്. ആ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതി പോലെ ബാക്കി 71 മുതൽ 350 വരെയുള്ള താരങ്ങൾ, അതിൽ ഫ്രാഞ്ചൈസികളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ആ ഒരു ആക്സലറേറ്റഡ് ഓപ്ഷൻ നടക്കും. എന്തായാലും ഏതൊക്കെ താരങ്ങളാണ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കാം. അഴബ് ഗുല്ല് അഫ്ഗാനിസ്ഥാൻ താരമാണ്. പിന്നെ മിലസ് ഹെമോണ്ട് ഇംഗ്ലീഷ് താരമാണ്. ഡാൻ ലാറ്റഗൻ ഇംഗ്ലണ്ട് താരമാണ്. ക്വിൻ്റൻ ഡി കോക്ക് സൗത്ത് ആഫ്രിക്ക. കെനോർ എസ്ദ്രിസിയൻ സൗത്ത് ആഫ്രിക്കൻ താരം. പിന്നെ ജോർജ് ലിൻഡെ സൗത്ത് ആഫ്രിക്കൻ താരം. ബയൻഡ മജോല സൗത്ത് ആഫ്രിക്കൻ താരം. പിന്നെ ട്രെവിൻ മാത്യു ശ്രീലങ്ക. ബിനുര ഫെർണാണ്ടോ ശ്രീലങ്ക. കുഷാൽ പെരേര ശ്രീലങ്ക. തുനിത് വെള്ളാലഗെ ശ്രീലങ്ക. അക്കിം അഗസ്റ്റ് വെസ്റ്റ് ഇൻഡീസ്. ഈ താരങ്ങളാണ് പുതുതായിട്ട് ഓവർസീസ് പ്ലേയേഴ്സ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്ലേയേഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സദക് ഹുസൈന്, വിഷ്ണു സോളങ്കി, സാബിർ ഖാന്, ബ്രിജേഷ് ശർമ്മ, കനിഷ്ക് ചൗഹാൻ, ആരോൺ ജോർജ്, ജിക്കു ബ്രൈറ്റ്, ശ്രീഹരി നായർ, മാധവ് ബജാജ്, ശ്രീവാസ്തവ ആചാര്യ, പിന്നെ യഷ്രാജ് പുഞ്ച, സാഹിൽ പ്രകാശ്, റോഷൻ ബക്സേർ,
യാഷ് ഡിക്കോൾക്കർ, അയാസ് ഖാൻ, പിന്നെ ദുർമിൽ മഡ്കർ, നമാൻ പുഷ്പക്, പരക്ഷിത് വത്സങ്കർ, പുരാവ് അഗർവാൾ, ഋഷഭ് ചൗഹാൻ, സാഗർ സോളങ്കി, ഇസാസ് സോരിയ, അതുപോലെ അമൻ ഷെക്കാവത്ത് എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ താരങ്ങൾ. ഏതായാലും കാത്തിരിക്കാം. 16-ാം തീയതി നടക്കുന്ന ആ ഓപ്ഷന് വേണ്ടി. ഓപ്ഷൻ ആരംഭിക്കുന്ന ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.